രംഗം നിങ്ങളൊന്ന് കണ്ടു നോക്കൂ സഹോദരന്മാരെ. ഈ രൂപത്തിൽ നബിദിനം ആഘോഷിക്കുവാൻ വേണ്ടി വേണ്ട, ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ആ ജനിച്ച ദിവസം താൻ ജനിച്ച റബീഉൽ അവ്വൽ 12 ആഘോഷിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന നബിദിനങ്ങളുണ്ട്, കാലത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന നബിദിനങ്ങളുണ്ട്. എന്താ നബിദിനത്തിന് ന്യായീകരണം? മദ്രസ അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലല്ലോ, സ്കൂള് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലല്ലോ, കോളേജ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് നബിദിനത്തിന് തെളിവ് പറയാറുള്ളത്. ഇവിടെയാകട്ടെ ഇവരിതാ പുതിയ രൂപം കണ്ടെത്തി. മറ്റ് സമുദായക്കാർ അവരുടെ ആഘോഷങ്ങൾ നടത്തുന്നത് പോലെ എങ്ങനെയൊക്കെ ആഘോഷിക്കാൻ കഴിയോ? അങ്ങനെയൊക്കെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്ന രംഗമാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ആലോചിക്കണം. ആരാ ദീന് പഠിപ്പിക്കേണ്ടത്? അല്ലാഹുവിന്റെ റസൂലല്ലേ പഠിപ്പിക്കേണ്ടത്? അല്ലാഹുവിന്റെ ഖുർആനല്ലേ പഠിപ്പിക്കേണ്ടത്? റബീഉൽ അവ്വൽ 12 എന്തെങ്കിലും പ്രത്യേകതയുണ്ട് എന്ന് വെള്ളിയാഴ്ചയെ കുറിച്ച് അല്ലാഹ് പഠിപ്പിച്ചു. അതേപോലെ തന്നെ ലൈലത്തുൽ ഖദ്റിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലാഹു നമുക്ക് വിശദീകരിച്ചു തന്നു. റമളാനിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹ് വിശദീകരിച്ചു. അതേപോലെ തന്നെ മുഹറം 10ന്റെ പ്രത്യേകതയെ കുറിച്ച്, അതേപോലെ തിങ്കളാഴ്ചയുടെ പ്രത്യേകതയെ കുറിച്ച്, എല്ലാ മാസവും 13, 14, 15 നോമ്പെടുക്കുന്നതിനെ കുറിച്ച് ഒക്കെ അല്ലാഹുവിന്റെ റസൂല് നമുക്ക് വിശദീകരിച്ചു തന്നു. എന്നാൽ ഞാൻ ജനിച്ച ദിവസം റബീഉൽ അവ്വൽ 12 നിങ്ങൾ നബിദിനാഘോഷം നടത്തുന്നത് പ്രമാണത്തിലാണ് കാണാൻ കഴിയുന്നത്. അല്ലാഹ് പറഞ്ഞോ, റബീഉൽ അവ്വലിനേക്കാൾ പുണ്യം റബീഉൽ അവ്വലിന് ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യമുണ്ട് എന്നല്ലേ പറയുന്നത്? അങ്ങനെയല്ലേ പ്രചരിപ്പിക്കുന്നത്? 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്റിനേക്കാൾ പുണ്യം റബീഉൽ അവ്വലിനുണ്ട് എന്നീ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിച്ചിട്ട് ആ ആഘോഷം സംഘടിപ്പിക്കുന്നു. സഹാബികളുടെ കോലത്തിൽ വരെ ആളുകൾ അതാ കുതിരപ്പുറത്ത് എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ് ഈ അനാചാരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചത്? അല്ലാഹ് പഠിപ്പിച്ചോ? അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചോ? സഹാബത്ത് ചെയ്തോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കേണ്ടതുണ്ട്. പല ജീവികളുടെയും രൂപങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇത്തരത്തിലൊരു ഘോഷയാത്ര അതങ്ങ് ബാംഗ്ലൂരിൽ നടന്നതല്ലേ, അത് വേറെ എവിടെയെങ്കിലും നടന്നതല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. കാരണം എന്താണ്? ലോകത്തിന്റെ എല്ലാ ഭാഗത്തും നബിദിനം നടക്കുന്നുണ്ട്, നബിദിനാഘോഷം നടക്കുന്നുണ്ട് എന്നല്ലേ പറയുന്നത്? ഓരോ സ്ഥലത്തും പല രൂപത്തിലുള്ള അനാചാരങ്ങളും വിദഗ്ധകളും ഉണ്ടാക്കി. ഏതുവരെ എന്നറിയുമോ? മാരകായുധങ്ങളുമായി ഇസ്ലാം വാളുകൊണ്ടാണ് പ്രചരിച്ചത് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിൽ മാർച്ച് നടത്തുന്നു എന്ന് മാത്രമല്ല, സഹാബികളുടെ രൂപമുണ്ടാക്കി എന്ന് മാത്രമല്ല, മൃഗങ്ങളുടെ രൂപമുണ്ടാക്കി എന്ന് മാത്രമല്ല, മറ്റുള്ള ആളുകൾ അവരുടെ ഘോഷയാത്രകളിൽ ഉണ്ണിയേശുവിനെ എഴുന്നള്ളിക്കാറുള്ളത് പോലെ ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് ഘോഷയാത്രയിൽ ശ്രീകൃഷ്ണന്റെ രൂപമണിഞ്ഞ് ശ്രീകൃഷ്ണന്റെ വേഷത്തോടുകൂടി ശ്രീകൃഷ്ണന്റെ നിറത്തോടുകൂടി കുട്ടികളെ എഴുന്നള്ളിക്കാറുള്ളത് പോലെ ഈ റബീഉൽ അവ്വൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് മുമ്പിൽ, മനസ്സിലാക്കിയ ആളുകൾക്ക് മുമ്പിൽ ഒരു അറബിയുടെ വേഷം ധരിച്ചിട്ട് ഒരു കുട്ടിയെ ഉണ്ണിയേശുവിനെ എഴുന്നള്ളിക്കുന്നത് പോലെ, ഉണ്ണികൃഷ്ണനെ എഴുന്നള്ളിക്കുന്നത് പോലെ എഴുന്നള്ളിക്കുന്ന അവസ്ഥയിലേക്ക് ഈ സമുദായത്തെ കൊണ്ടുപോകാൻ ചില ആളുകൾ ശ്രമിക്കുമ്പോഴാണ് ഇസ്ലാഹി പ്രസ്ഥാനം പറയുന്നത് നമുക്ക് അല്ലാഹു പറഞ്ഞത് മതി, അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് മതി. ആ പഠിപ്പിച്ചത് അംഗീകരിച്ച് ജീവിച്ചാൽ, ആ പഠിപ്പിച്ചത് പിൻപറ്റി ജീവിച്ചാൽ ഒരു ദിക്റും പുതിയത് വേണ്ട, ഒരു സലാത്ത് പുതിയത് വേണ്ട, ഒരാഘോഷം പുതിയത് വേണ്ട, ഒരു നിസ്കാരം പുതിയത് വേണ്ട. കാരണം എത്തേണ്ടത് അള്ളാന്റെ സ്വർഗത്തിലല്ലേ. ആ സ്വർഗത്തിലെത്താൻ അള്ളാഹ് പഠിപ്പിച്ചത് ചെയ്തോ, അതിനപ്പുറത്തുള്ളത് വെടിഞ്ഞോ
പ്രമാണങ്ങളില്ലാത്തത് ഒഴിവാക്കിക്കോ. പ്രമാണങ്ങളിലൂടെ പോകുന്നതിന് പകരം, പ്രമാണങ്ങളിലൂടെ കടന്നു പോകുന്നതിന് പകരം പ്രമാണങ്ങളിൽ അടിയുറച്ചു നിന്നോ. പ്രകാശ തീരത്തെത്തി യാത്ര അവസാനിപ്പിക്കുന്നതിന് പകരം ഇതാ വിശുദ്ധ ഖുർആനിന്റെ പ്രകാശം, ഇതാ തിരുസുന്നത്തിന്റെ പ്രകാശം. ആ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എങ്ങനെയാണോ സഹാബത്ത് മനസ്സിലാക്കിയത്, അതിന്റെ പ്രകാശമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കാൻ, അടുത്തറിയാൻ, അങ്ങനെ നമ്മുടെ പരലോകം രക്ഷപ്പെടുത്താൻ മുഴുവൻ സഹോദരന്മാരോടും വളരെ വിനയത്തോടുകൂടി അപേക്ഷിക്കുന്നു.